ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യുന്ന പല അതിരുവിട്ട കോപ്രായങ്ങൾക്കും വലിയ വില കൊടുക്കേണ്ടി വരും. ബർത്ത്ഡേ ആഘോഷിച്ചതാ അവിടെ CCTV ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂട്ടുകാരെയൊക്കെ കൂട്ടി ഒരു കോഫി ഷോപ്പിലേക്ക് രാത്രി സമയത്ത് വരുന്നു, എന്നിട്ട് കേക്ക് വാങ്ങുന്നു, ബർത്ത്ഡേ ആഘോഷിക്കുന്നു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, എല്ലാവർക്കും ഇത് അംഗീകരിക്കാൻ പറ്റണം എന്നില്ല. കൂട്ടുകാരൊക്കെ ഒത്ത് ആഘോഷിക്കുന്ന സമയത്ത് ഈ ഒരു കോഫി ഷോപ്പിൽ ഇവർ നടത്തിയ തനി പേക്കൂത്ത് എന്താണ് എന്ന് നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കുക. ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് സമയം കളയണ്ട, വീഡിയോ കാണാം. നിങ്ങൾക്ക് കാണുന്ന ഒരു CCTV ഫുട്ടേജ് ആണ്. കോഫി ഷോപ്പിലേക്ക് കുറച്ച് ആളുകൾ അങ്ങനെ കയറി വരുന്നു. കടയിലെ സ്റ്റാഫിനൊന്നും മനസ്സിലാകുന്നില്ല, ഇത്രയും ആളുകൾ ഒറ്റയടിക്ക് കടയിലേക്ക് വരുന്നു, എന്താണ് എന്നൊക്കെ ഒന്ന് നോക്കിയ സമയത്ത് ശരിക്കും ബർത്ത്ഡേ ആഘോഷമാണ്. ആ ഒരു പെൺകുട്ടി നിങ്ങൾക്ക് കാണാം, ഒരു വൈറ്റ് ചുരിദാറൊക്കെ ധരിച്ചിട്ടൊരു പെൺകുട്ടി അവിടെ ഇരിക്കുന്നതായിട്ട് കാണാം. അവരുടെ ആ പെൺകുട്ടിയുടെ കൂട്ടുകാരും കൂട്ടുകാരികളൊക്കെയാണ് കൂടെ വന്നത്. അപ്പോൾ പെൺകുട്ടി അവിടെ ഇരിക്കുന്നു. രണ്ട് പയ്യന്മാർ, നിങ്ങൾ നോക്കുക, രണ്ട് പയ്യന്മാർ ആ ഒരു കൗണ്ടറിന്റെ ഭാഗത്ത് വരുന്നു, എന്നിട്ട് കേക്ക് ഓർഡർ ചെയ്യുന്നു. ആ ഒരു റാക്കിൽ നിന്നും കേക്ക് എടുത്തിട്ട് കൊടുക്കുക. ഈ ഒരു സമയത്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഏകദേശം കട അടച്ചു പോകാനുള്ളൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കണക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ട് 2-3 ദിവസത്തെ കളക്ഷൻ ഒരുമിച്ച് അവരെ അങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കുകയാണ്. ക്യാഷ് ഇങ്ങനെ കൗണ്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അതൊരു ഭാഗത്ത് നടക്കുന്നു. സ്റ്റാഫ് കേക്ക് എടുത്ത് ആ ഒരു പയ്യന്മാർക്ക് കൊടുക്കുന്നു. പക്ഷെ അവരുടെ ശ്രദ്ധ, നിങ്ങൾ നോക്കുക, ശ്രദ്ധ പൂർണ്ണമായിട്ടും ആ ക്യാഷിലാണ്. കണ്ടു കഴിഞ്ഞാൽ വളരെ മാന്യന്മാരാണ്, പക്ഷെ ചെയ്യുന്ന പരിപാടി തെണ്ടിത്തരമാണ്. തെണ്ടിത്തരം നോക്കുക. കേക്ക് എടുത്തു, ടേബിളിൽ വെച്ചു, ചുറ്റും ഇരിക്കുന്നു. എന്നിട്ട് സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ആഘോഷിക്കുന്ന സമയത്ത് ചെയ്യാറുള്ളതൊക്കെ തന്നെയാണ്. പക്ഷെ ആ പെൺകുട്ടിക്ക് എന്തോ ഡിസ്കംഫേർട്ടായിട്ട് തോന്നി. കുറച്ച് ഓവറായി പോയോ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ കൂട്ടുകാരികളൊക്കെ ചെയ്യുമ്പോൾ അതൊരു കംഫേർട്ട് അല്ലാത്ത രീതിയിൽ പെൺകുട്ടിക്ക് തോന്നി. കേക്ക് കട്ട് ചെയ്തു. ചില ആളുകളുണ്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പാട് കേക്ക് എടുക്കുന്നു, മുഖത്തൊക്കെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുന്നു, വളരെ അലങ്കോലാക്കാണ് പരിപാടി. അതൊക്കെ ഓവറാണെന്ന് ഞാൻ പറയുള്ളൂ. അത് നിങ്ങളുടെ മുന്നിൽ ചിലപ്പോൾ ചിരിച്ചും കളിച്ചും നടക്കും, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു ബുദ്ധിമുട്ടും പ്രയാസമായിരിക്കും ഉണ്ടാവുക. നോക്കാം, അവിടെ ഒരു ഡ്രാമ നടക്കട്ടോ. അതായത് ആ പയ്യന്മാർ ഈ ക്യാഷ് കണ്ടു, അതിനുശേഷം ആ ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാമയും കൂടെ അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. ആ പെൺകുട്ടികളൊന്നും അറിയില്ല കേട്ടോ. ആ പയ്യന്മാർ ആ ഒരു സമയത്ത് ഉണ്ടാക്കിയ ഒരു ഡ്രാമയാണ്. ഒരാൾക്ക് പെട്ടെന്ന് ചെസ്റ്റിന് ഒരു പെയിന് വരുന്നതായിട്ട് അഭിനയിക്കുന്നു, അങ്ങനെ ആ പയ്യൻ അവിടെ വീഴുന്നതായിട്ട് അഭിനയിക്കുന്നു. അങ്ങനെ പൂർണ്ണമായിട്ടും സ്റ്റാഫിൻ്റെയും അവിടെയുള്ള ക്യാഷറുടെയും മാനേജറുടെയൊക്കെ ശ്രദ്ധ ആ പയ്യനിലേക്ക് മാത്രമായിട്ട് കേന്ദ്രീകരിക്കുന്നു. ശേഷം ഒരു പയ്യൻ പോയിട്ട് ക്യാഷ് എടുക്കുകയാണ്. വളരെ തന്ത്രപരമായിട്ട്, വളരെ സിമ്പിളായിട്ട് കൗണ്ടറിൽ നിന്ന് ക്യാഷ് എടുത്ത് പോക്കറ്റിലിട്ടു കൊണ്ടുപോയി. എന്താ ചെയ്യലേ? കണ്ടു കഴിഞ്ഞാൽ എത്രത്തോളം മന്യന്മാരാണ്. പക്ഷെ CCTVയിൽ എല്ലാം റെക്കോർഡഡ് ആണ്. പയ്യന്മാർ കൈയോടെ പിടിച്ചു, ക്യാഷ് എടുത്തു, പോക്കറ്റിലിട്ടു എന്ന് ഉറപ്പായപ്പോൾ പയ്യൻ പതുക്കെ റിക്കവറായി വന്നു പോയി. തിരിച്ച് ആ മാനേജർ ആ കൗണ്ടറിൽ വന്ന സമയത്ത് ക്യാഷ് കാണുവാനില്ല. അപ്പോൾ അവർക്ക് ഉറപ്പായി, ഒരു സംശയമില്ല, അവർക്ക് ഉറപ്പായി ആകെ അവിടെയുള്ള കസ്റ്റമേഴ്സ് അവർ മാത്രമേ ഉള്ളൂ. ഇത് ഇവിടുന്ന് മോഷണം പോയിട്ടുണ്ടെങ്കിൽ അത് അവർ തന്നെയാണെന്നുള്ള കാര്യം ഉറപ്പായി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കൈയോടെ പിടിച്ചു ഗൈസ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് ടെക്സ്റ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വേണ്ടി കാണാം. ബൈ.